Hello, Assalamualaikum. Welcome back. അപ്പോൾ ഇന്നത്തേത് ഒരു വ്ളോഗാണ് കേട്ടോ. നോമ്പെല്ലാം കഴിഞ്ഞിട്ടിരുന്ന ആദ്യത്തെ വ്ളോഗാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ നല്ലൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അൽമറ ക്ലീൻ ആക്കലും പിന്നെ എൻ്റെ ഡ്രസ്സ് എങ്ങനെ ഞാൻ മടക്കി വെക്കൽ അതെല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടും. വീഡിയോ ഫുള്ളായിട്ട് കാണാം. എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. പിന്നെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കാദ്യം റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫില്ലിംഗ് ആദ്യം തയ്യാറാക്കണം. അപ്പോൾ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാനിലേക്ക് ആദ്യം ഒരു 3-4 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ നല്ല ചൂടായി വരുമ്പം അതിലേക്ക് മീഡിയം സൈസിലുള്ള 2 സവാള ചെറുതായി കട്ട് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സവാള നല്ലോണം ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതൊന്ന് സോഫ്റ്റായിട്ട് കളർ മാറി കിട്ടുന്നവർ ഒന്ന് സോട്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പാർട്ടിൽ ഞാൻ ഗീവ് എവേനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ ഇത് സവാള നല്ല പോലെ സോഫ്റ്റായിട്ട് കളർ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും ക്രഷ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 1 മിനിറ്റ് സോട്ട് ചെയ്യുമ്പം ഇതിൻ്റെ പച്ചമണം എല്ലാം മാറിക്കിട്ടും. അടുത്തതായി പച്ചമുളക് വന്നിട്ട് ചേർക്കേണ്ടത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും വന്നിട്ടാ. ഗരം മസാലയുടെ ക്വാണ്ടിറ്റി കൂടിയാൽ വല്ലാത്തൊരു മണമായിരിക്കും. അതുകൊണ്ട് ഗരം മസാല 1/2 ടീസ്പൂൺ മതിയാവും. അതാകുമ്പോൾ ഗരം മസാലയുടെ നല്ല ഫ്ലേവർ കിട്ടും. ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ എടുക്കുന്നത് ബീഫാണ് കേട്ടോ. ഇത് കറിയിൽ നിന്നെടുത്ത നല്ല ബീഫിൻ്റെ കഷ്ണങ്ങളാണ്. ഇത് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ്റെ ഫില്ലിങ്ങിലും ചെയ്യാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ബീഫും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ബീഫും പിന്നെ ഈ മസാല എല്ലാം കൂടി മിക്സ് ആകുന്നവർ ഒരു 2 മിനിറ്റ് സോട്ട് ചെയ്യാം. അപ്പോൾ ഫില്ലിംഗ് എല്ലാം ഏകദേശം റെഡി ആയിട്ടാണ്. ഇനി ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ ഫില്ലിംഗ് റെഡിയായി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് സ്നാക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡ് ഭാഗമെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അത് കളയുന്നില്ല. അത് നമുക്ക് ലാസ്റ്റ് ബ്രെഡ് ക്രംസ് ആയിട്ട് യൂസ് ആക്കാൻ വേണം. ഇനി ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് നമ്മുടെ ബ്രെഡ് സ്ലൈസിൽ ഡിപ്പ് ചെയ്തിട്ട് ആ ബാക്കിയുള്ള വെള്ളമെല്ലാം ഇതുപോലെ കളയുക. എന്നിട്ട് നടുഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിംഗ് ഇല്ലേ അത് ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ആക്കിയെടുക്കാം. ഞാൻ റൗണ്ട് ഷേപ്പിലാണ് ആക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കുക. ഒരെണ്ണം കൂടി കാണിച്ചു തരാം. ബ്രെഡ് സ്ലൈസ് എടുക്കുക. വെള്ളത്തിൽ മെല്ലെ ഒന്ന് മുക്കിയിട്ട് അതിൻ്റെ എക്സസ് വെള്ളമെല്ലാം ഇതുപോലെ കളയുക. എന്നിട്ട് നമ്മൾ ഫില്ലിങ് നടുഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കുക. റൗണ്ട് ഷേപ്പിലോ അല്ലെങ്കിൽ സ്ക്വയറോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ആക്കിയെടുക്കാം. വെള്ളം ഇല്ലാണ്ട് നമ്മൾ ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ചെയ്യാൻ പറ്റും. അങ്ങനെ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബ്രെഡിൻ്റെ സൈഡെല്ലാം ഞാൻ ക്രംസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ഉണ്ടാക്കി വെച്ച ബ്രെഡ് ബോൾസ് ഇല്ലേ അത് ഇതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് നല്ല പോലെ കോട്ട് ചെയ്യുക. വെള്ളം ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ നല്ല പോലെ കോട്ട് ചെയ്ത് കിട്ടും. മുട്ടയൊന്നും ഡിപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് എല്ലാം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ആദ്യം ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ ചൂടായി വരുമ്പം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ആ സമയമാകുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ടിട്ട് ഇത് കോരിയെടുക്കാം.
അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചായക്കെല്ലാം കഴിക്കാൻ പറ്റിയ അടിപൊളി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിൽ എന്തായാലും പറയണേ. അപ്പോൾ ഞാനിത് എങ്ങനെ അതിൻ്റെ ഉൾഭാഗം എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്നുണ്ട്. ഇതാ അടിപൊളി ഫില്ലിംഗ് എല്ലാം ആയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. നോമ്പിന് ഭയങ്കര ചൂടെല്ലാം ഉണ്ടായിന്. ഇപ്പോൾ മാഷാല്ല മഴയെല്ലാം പെയ്തിട്ട് ചൂടെല്ലാം കുറവുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല ക്ലൈമറ്റാണ്. രാവിലെ എല്ലാം നല്ല മൂടി ക്ലൈമറ്റായിട്ട് നല്ല രസമുണ്ട്. മഴ ഇഷ്ടമാണ്. അങ്ങോട്ട് പോലെ മഴയായരെ ഡ്രസ്സെല്ലാം നമ്മൾ ഉള്ളിൽ തന്നെയാണ് ഇടുന്നത്. പുറത്ത് ഇടാൻ കഴിയില്ലല്ല. ഉള്ളിൽ മേലെ ഹാളിലാണ് ഇടല്. അപ്പോൾ ഇതാ ഫുള്ള് ഉണങ്ങലുമില്ല. പുറത്ത് മഴ വരുമ്പം എന്തായാലും ഉണങ്ങൂല. അപ്പോൾ ഉണങ്ങിയത് നോക്കി മാറ്റിയിട്ട് അടുത്ത ദിവസത്തെ ഇടലാണ്. എന്തായാലും അലക്കാണ്ട് പറ്റൂലല്ലോ, കുറേ കൂടൂലേ. അതുകൊണ്ട് ഉണങ്ങിയതെല്ലാം മാറ്റിയെടുത്തിട്ട് പുതിയത് അലക്കിയത് ഇടലാണ്. ഇനി ഇതെല്ലാം ഇടുന്ന് തന്നെ മടക്കിയെടുക്കലാണ്. സോപ്പ് ഇനിയിപ്പോൾ മടക്കലെല്ലാം കഴിഞ്ഞ് ഇനി അൽമറ വൃത്തിയാക്കാനാണ് കേട്ടോ. കുറേ ആയി വിചാരിക്കുന്നു അൽമറയെല്ലാം ക്ലീൻ ആക്കണമെന്ന്. ഒതുക്കി വെക്കലാന്ന്, ഓവറായിട്ടല്ല, എല്ലാം ഒന്ന് ഒതുക്കി വെക്കാനുണ്ട്. പിന്നെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മെസ്സായിട്ടുണ്ട്. അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വെക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ എങ്ങനെയാണ് ഡ്രസ്സ് മടക്കി വെക്കലൊന്നും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാം ഒന്നിച്ച് പുറത്തേക്ക് എടുത്താൽ പണി കിട്ടും. മടിയാ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണി എന്തെങ്കിലും ഉണ്ടായാൽ അത് അടന്നെ ബാക്കിയാവില്ലേ. അതുകൊണ്ട് ഓരോരോ സെക്ഷനായിട്ട് ഞാൻ ചെയ്യലാന്ന്. എപ്പോഴും അങ്ങനെ കേട്ടാ, ഓരോരോ ഭാഗം ക്ലീൻ ചെയ്തിട്ട് മറ്റേ സെക്ഷനിലേക്ക് പോകലാന്ന്. പിന്നെ എനിക്ക് നിങ്ങളോട് കാര്യമായിട്ട് പറയാനുള്ളത്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിൽ എന്തെങ്കിലും കുറവെല്ലാം കാണുന്നുണ്ടെങ്കിൽ എന്തായാലും പറയണം കേട്ടോ. എന്നാലല്ലേ എനിക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റൂ. നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് പിന്നെയും വീഡിയോ ഇടാൻ തോന്നുന്നത്. അപ്പോൾ നിങ്ങളെ കമൻറ്റെല്ലാം കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കുറവായിട്ടെല്ലാം തോന്നുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പറയണേ. പിന്നെ ഇത് അൽമറ ക്ലീൻ ആക്കുമ്പം വലിയ ലൈറ്റായിട്ട് കാണുന്നില്ല, സോറി കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ചുരിദാറെല്ലാം മടക്കി വെക്കൽ. ടോപ്പിൻ്റെ ഉള്ളിൽ തന്നെ പാൻറ്റും ഷോളും ഒന്നിച്ച് തന്നെ വെച്ചാൽ പിന്നെ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴെല്ലാം തപ്പി നടക്കണ്ടല്ല, എല്ലാം ഒന്നിച്ച് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ വെച്ചാൽ നല്ല ഒതുക്കത്തിലും കാണും, പിന്നെ നമുക്ക് തപ്പാനും ഈസി ആയിട്ടുണ്ടാവും. അപ്പോൾ ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ഡ്രസ്സ് ഹാങ് ചെയ്തിട്ട് വെക്കൽ ഇഷ്ടമല്ല കേട്ടോ. അത് ഓരോരാളെ പേഴ്സണൽ ചോയ്സ് അല്ലേ. എനിക്ക് ഹാങ് ചെയ്യുന്ന ഇഷ്ടമല്ല, അത് എന്തോ ഫുള്ള് മെസ്സായിട്ട് തോന്നലാണ്. ഇതുപോലെ മടക്കി വെച്ചാൽ സ്പേസും അത്ര വേണ്ടി വരുന്നില്ല. നമുക്ക് നല്ല കാണുമ്പം തന്നെ നല്ല ഒതുക്കത്തിൽ കാണും. പിന്നെ എനിക്ക് സബ്സ്ക്രൈബേഴ്സിന് ഗിവ് അവേ തരണമെന്ന് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. ഇൻഷാല്ല 10K സബ്സ്ക്രൈബേഴ്സ് ആയാൽ എൻ്റെ ഫസ്റ്റ് ഗിവ് അവേ തരണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്കിപ്പോൾ 5K ആയിട്ടില്ല, 5K ആവാനായി. അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ 10K സബ്സ്ക്രൈബേഴ്സ് ആക്കാൻ ഹെൽപ്പ് ചെയ്യണം കേട്ടോ. എന്നാൽ പെട്ടെന്ന് തന്നെ ഞാൻ ഗിവ് അവേ തരാം ഇൻഷാല്ല. അങ്ങനെ ഒരു സെക്ഷൻ ആയിട്ടുണ്ട് കേട്ടോ. ഇത് അൽമറ ക്ലീൻ ചെയ്യുമ്പം കിട്ടിയതാണ്. ഇതുപോലത്തെ എല്ലാം കണ്ടാൽ ഞാൻ ഇടയ്ക്ക് ഇരുന്നെല്ലാം നോക്കലാന്ന് കേട്ടോ. എപ്പോഴും അൽമറ ക്ലീൻ ആക്കുമ്പോൾ ഇങ്ങനെ തന്നെ എന്തെങ്കിലും ആയിട്ട് കിട്ടും. അപ്പോൾ അതെല്ലാം കണ്ട് ഇരിക്കലാന്ന്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ആദ്യം പോയിട്ട് വീണ്ടും എടുക്കലാന്ന് കേട്ടോ. അപ്പോൾ ഈ വാച്ചില്ലേ, ഇതെൻ്റെ പപ്പ എനിക്ക് ഗിഫ്റ്റ് ആക്കിയതാണ് കേട്ടോ. ഇത് കാണുമ്പം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് തോന്നിയതാണ്. 10th അങ്ങനെയാറ്റം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ പപ്പ ഗിഫ്റ്റ് ആക്കിയതാണ്. പപ്പൻ്റെ ഓർമ്മക്ക് ഇതിപ്പോൾ ഇപ്പവും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അൽമറ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞെല്ലാം മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും കുറവെല്ലാം ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ എന്തായാലും പറയണേ, എന്നാലും എനിക്ക് എല്ലാം ശരിയാക്കാൻ പറ്റൂ. അപ്പോൾ പുതിയ വീഡിയോസും പുതിയ റെസിപ്പീസുമായി ഇൻഷാല്ല ഞാൻ ഇനിയും വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ബൈ.